ഹായ് ഫ്രണ്ട്സ്, ടൂറോട്ട് പോവാം. ഹീറോയിൻ ഫോഴ്സിന് പേപ്പറിൽ സൈൻ ചെയ്യാൻ തുടങ്ങി. ഹീറോയിൻ നേരെ സൈൻ ചെയ്തില്ലായിരുന്നു. ഹീറോയിൻ ഒരേ ഫെല്ലിങ്ങിൽ സൈൻ ചെയ്തായിരുന്നു. എന്നെ വലിച്ചെറിഞ്ഞ ദേഷ്യത്തിൽ അത് PTS നമ്പർ കളറിലിരുന്നു. അത് ഫോട്ടോ എടുത്ത് നോക്കുമ്പോൾ അതിൽ ഹീറോയിൻ സൈൻ ചെയ്തിട്ടായിരുന്നു. ഹീറോയിനോട് അത് യുങ്കി എടുത്ത പേപ്പറിനെ കത്തിച്ച് കളഞ്ഞു. യുങ്കി പറയാൻ തുടങ്ങി. ഒരാളോട് പറയാൻ തുടങ്ങി, ആറാം നീ പറഞ്ഞു വന്ന്. ആറാം പറഞ്ഞു പുതിയ ഡോക്യുമെൻ്റ് ചെയ്തു. അങ്ങനെ അവിടുത്തെ പറഞ്ഞു. അവർ ഓക്കെ സാർ പറഞ്ഞു. വേറെ ഒരു ഡോക്യുമെൻ്റ് ചെയ്തു. അത് ആറമ്മക്ക് കുറച്ച് നേരം കഴിഞ്ഞ് ആറമ്മക്കിട്ട് അവന് പിടിച്ചത് അല്ലായിരുന്നു. ആറം പറഞ്ഞു ഇവിടെ വേണ്ട, സീക്രട്ട് പ്ലേസിലോട്ട്. അങ്ങനെ ആർക്കും വീട് മനസ്സിലായില്ല. അവരോട് പറഞ്ഞായിരുന്നു സീക്രട്ട് പ്ലേസിൽ. അതിനായിട്ട് പറഞ്ഞ ഹീറോയിൻ അത് അവിടുന്ന് ഇങ്ങനെ പ്ലേസ് പറഞ്ഞ് അതിലൊരാളെ ഹീറോയുടെ ഡാഡിക്ക് അറിയൂ. അങ്ങനെയായിട്ട് അവരെ വിളിച്ചുകൊണ്ട് വന്നായിരുന്നു. അവർക്ക് അവരെ തച്ചി അവിടുന്ന് ജോലി പിരിച്ച് വിട്ടായിരുന്നു. PTS മെമ്പർ ഒന്നും കണ്ടില്ലായിരുന്നു അവർക്ക്. അവിടെ ഒരു ജോർജ് അവന് ജോലിയിൽ ഹീറോ ഡാഡി ഫ്രണ്ട് ജോലിയിൽ വിട്ടു. അവനോടൊന്ന് പോയി. മറ്റേ ഹീറോയ്ക്കും PTS മെമ്പർ ഹീറോയിൻ്റെ ഡാഡി ഫ്രണ്ട് കൂടെ വന്നു. വീട്ടിലാണ് രജിസ്റ്റർ മാരേജ്. ഹീറോയ്ക്ക് കൺഫ്യൂസായി. PTS മെമ്പർ സൈൻ ചെയ്യാൻ പറഞ്ഞു. അതുകൊണ്ട് ഹീറോയിൻ സൈൻ ചെയ്തു. എന്തിനാ സൈൻ ചെയ്യുന്നത്? ഞാൻ സൈൻ ചെയ്തിട്ട് പറഞ്ഞു. സൈൻ ചെയ്ത് പറഞ്ഞു. ഹീറോ സൈൻ ചെയ്തു. അതെല്ലാവരും സൈനായിട്ട്. ഹീറോയിൻ്റെ ഡാഡിക്ക് ഷോക്കായിരുന്നു. അങ്ങനെ ഹീറോയിൻ്റെ ഡാഡിക്ക് ഷോക്കായിരുന്നു. അതുമാത്രമല്ല സ്മൈൽ ചെയ്തു. അങ്ങനെ PTS മെമ്പറോട് പറഞ്ഞു, നിങ്ങളിവിടെ ഇരുന്നു. അങ്ങനെ രജിസ്റ്റർ ചെയ്തു. നാളെന്താന്ന് നോക്കിക്കോളാൻ പറഞ്ഞു. നിങ്ങളുടെ വീട്ടിലിരുന്നു. വീടെല്ലാം റിക്വസ്റ്റ് ചെയ്യാൻ തുടങ്ങി. എല്ലാവർക്കും കുറച്ച് സീക്രട്ടാണ്, കുറച്ച് അറിയുന്നവരെല്ലാം വിളിച്ചു. അങ്ങനെ മാരേജ് നടന്നു. ട്രഡീഷൻ ഇന്ത്യയൊക്കെ വെച്ച് മാരേജ് ഹീറോമാരെ കെട്ടി. ഹീറോയ്ക്ക് മാരേജായി. അത് മാത്രമല്ല അങ്ങനെയായിട്ട് കുറേ ഡേയ്സ് കഴിഞ്ഞ് കൊറിയൊക്കെ പോയി. കൊറിയയിൽ കൊറിയർ സൈസ് മാരേജ് കഴിച്ചു. സ്റ്റേൻ സൈസ്. അങ്ങനെ ഹീറോയ്ക്ക് മാരേജ്, PTS മെമ്പർക്ക് മാരേജ്. ഇപ്പോഴാണ് രണ്ടുപേരും ക്ലോസ് ആയിട്ടുള്ളത്. അവിടെ ഇന്ത്യയിൽ കിടന്നു ഉറങ്ങിയായിരുന്നു. 7 ടയർഡായിരുന്നു. ഇപ്പോൾ ഒരു വൈഫ് കൂടെ. അങ്ങനെ ഹീറോയി കൂടെ സന്തോഷത്തിലുണ്ട്. ഹീറോയി പറയാൻ തുടങ്ങി, നിങ്ങളെങ്ങനെ എന്നെ മാരേജ് കഴിച്ചതെന്ന് ഹീറോ ഷോക്കായിട്ട് ചോദിച്ചായിരുന്നു. PTS മെമ്പർ പറഞ്ഞു, നീ ഓൺലൈനിൽ പഠിച്ചോ, പിന്നെ നീ എക്സാം വന്നാൽ നീ അവിടെ പോയിട്ട് പഠിച്ചോളൂ. ഹീറോയിൻ പറഞ്ഞു. അതേമാതിരി ഹീറോയ്ക്ക് ഇപ്പോൾ കോളേജ് പഠിച്ചുമായിരുന്നു. ഹീറോയിൻ കോളേജ് സെക്കൻഡ് ഇയറാണ് ഇപ്പോൾ ഉള്ളത്. അതുകൊണ്ട് നന്നായിട്ട് പഠിക്കായിരുന്നു ഹീറോയിൻ. നന്നായിട്ട് ഡേയ്സ് പോകാൻ തുടങ്ങി. ഹീറോയിൻ പഠിച്ച് ഗ്രാജുവേറ്റായി. PTS മെമ്പർ പറയാൻ തുടങ്ങി, എന്ത് പറ്റി? ഒന്നുമില്ല ഓമിറ്റ് വരുന്നത് അതൊന്നുമില്ല എന്നെ ഹീറോയിൻ ആയിരുന്നു. ഒറ്റ ഒന്നുണ്ട് എന്നെ ഹീറോയിൻ പറഞ്ഞു. മഞ്ഞ ഷുഗർ വന്നു പിടിച്ചു. ഡോക്ടർ കോൾ ചെയ്തു. ഡോക്ടർക്ക് കോൾ ചെയ്ത് വിളിപ്പിച്ച് ഡോക്ടർ പറഞ്ഞു നിങ്ങൾ കൊണ്ടുപോകാൻ. അങ്ങനെ PTS മെമ്പർ 7 പേര് ടെൻഷനായിരുന്നു. ഹോസ്പിറ്റലിൽ ചെക്ക് ചെയ്ത് ഡോക്ടർക്ക് ഷോക്കായിരുന്നു. അങ്ങനെ കുറച്ച് വെച്ചിട്ട് വന്നു. ഡോക്ടർ പറഞ്ഞു കൺഗ്രാസ് എന്ന് പറഞ്ഞു. എല്ലാവർക്കും കാണിച്ചു വീട് നോക്കി. എന്ത് ഡോക്ടർ, നിങ്ങൾ പാരീസ് ഡാഡി ആവുമെന്ന് പറഞ്ഞു. എല്ലാവർക്കും സന്തോഷമായിരുന്നു. ഹീറോയിട്ടാണ്. അങ്ങനെ ഹീറോയിൻ ഭയങ്കര ഹാപ്പിയായിരുന്നു. അവർ നല്ല കാരിങ് ആയിട്ട് നോക്കുമായിരുന്നു PTS മെമ്പർ. അങ്ങനെ സന്തോഷത്തിൽ ഹാപ്പിയായിരുന്നു. അവർ നല്ല സന്തോഷത്തിലാണ് ഉള്ളത്. അതായത് ഹീറോയ്ക്ക് നന്നായിട്ട് കുറേ ഡേയ്സ് പോയതാണ്. ഹീറോയിൻ ഹോസ്പിറ്റൽ ഡെലിവറി പെയിൻ വന്നു. ഹീറോയിൻ എല്ലാവരും ഡാൻസ് പാട്ട് കളിക്കായിരുന്നു. അത് ഹീറോയിൻ്റെ മമ്മി ഡാഡി ഉണ്ടായിരുന്നു. PTS മെമ്പർക്ക് കോൾ വന്നു. അങ്ങനെ PTS മെമ്പർ സ്റ്റേജിൽ പോകുമ്പോൾ കോൾ വന്നു. അവർക്ക് ഡാൻസ് കളിക്കാനോ എന്ത് ചെയ്യാനോ അറിയില്ല. അവർക്ക് എരിഞ്ഞുണ്ടായിരുന്നു. എന്താ വെച്ചാൽ പാട്ട് ഒരു ഭയങ്കര സാഡായി പാടിയുണ്ടായിരുന്നു. എല്ലാവരും ആർമിസ് എന്ത് പറ്റിയത് എല്ലാവരോടും പറഞ്ഞായിരുന്നു. എല്ലാവർക്കും PTS മെമ്പർക്ക് മാരേജ് ആയത് കാര്യം അറിയൂ. ഞങ്ങളെല്ലാം ഡാഡി ആകാൻ പോവാ എന്ന് എല്ലാവർക്കും കേട്ടു. PTS മെമ്പർ ആർമീസ്ക്കെല്ലാം സന്തോഷമായി. PTS മെമ്പർ ആർമീസ്ക്കെല്ലാം അറിയൂ ഹീറോമാർക്ക് മാരേജ് ആയി എന്ന്. ഇപ്പോൾ എല്ലാവരോടും പറഞ്ഞു. ആർമീസ് എല്ലാം ഹാപ്പി ആയിരുന്നു. നിങ്ങൾ പോയിക്കോ എന്ന് എല്ലാവരോടും പറഞ്ഞു. എല്ലാവരും ഓടിപ്പോയി. അങ്ങനെ അവർ ഹോസ്പിറ്റലിൽ വന്നു. ഹീറോയ്ക്ക് ഡെലിവറി പെയിൻ വന്നു. കുട്ടി ജനിച്ചു. 8 ബേബിയാണ്. ഒരു ഗേൾ ബേബി, 7 ബോയ്സ് ബേബിയാണ്. അങ്ങനെ എല്ലാവരും ഹാപ്പി ആയിരുന്നു. PTS അങ്ങനെ ഡേയ്സ് പോകുകയാണെങ്കിൽ കുട്ടികളെല്ലാം വളർന്ന് വലുതായി. അവർ ഇപ്പോൾ ഡാൻസ് സോങ് കളിക്കായിരുന്നു.
ബോയ്സ് ബേബി ഡാൻസ് കളിക്കുക, ഗേൾ ബേബി പറയാം. അപ്പോൾ ഡാഡി നോക്കിവിടുക, ഇവർ ഡാൻസ് കളിക്കുക ചേട്ടന്മാർ എന്ന് ഹീറോയിൻ്റെ ബേബി പറയുന്നു. ഞാൻ മമ്മീനെ മറ്റേ ബിസിനസ് മാനാൻ പോവാ എന്ന് കുട്ടി പറഞ്ഞു. ഹീറോയിൻ മാത്രമേ ഉള്ളത്. അങ്ങനെ ഹീറോയിന്മാർ പറഞ്ഞു മൈൻഡ് ബാലൻസിൽ പോയി. ശരി, ഓക്കെ. കുട്ടികൾ നല്ലതായിട്ട് പഠിക്കുമായിരുന്നു, ഇപ്പോൾ നന്നായിട്ട് പഠിക്കുമായിരുന്നു. അങ്ങനെയായിട്ട് കുട്ടികളെല്ലാം ഇപ്പോൾ വളർന്ന് വലുതായി. ഇപ്പോൾ കുട്ടികൾ 7 ബേബീസ് എല്ലാം ഐഡിയൽ ഗ്രൂപ്പിൽ കൂടി. ഹീറോയുടെ ഗേൾ ബേബി പറഞ്ഞ് ബിസിനസ് പഠിക്കാൻ ഭയങ്കര ആഗ്രഹം മാറി. ബിസിനസ് പഠിക്കാൻ പ്ലാൻ ഇട്ട കുട്ടി. അങ്ങനെ ഡേയ്സ് പോകുന്നതാണെങ്കിൽ ഹീറോയി പറയുന്നത് എല്ലാവരും എന്താ മോം ഞങ്ങളെ സോങ്സ് എല്ലാം ഫേമസ് ഹിറ്റായി, ഡാഡി മതി. ഓ അങ്ങനെയാണോ? അങ്ങനെ കുട്ടികളെല്ലാം പാട്ട് ഡാൻസ് ഭയങ്കര ബിസി ആയിരുന്നു കുട്ടികൾ. അങ്ങനെ പാട്ട് ഡാൻസ് എല്ലാം നന്നായിട്ട് കളിക്കായിരുന്നു. അവിടെ നിന്ന് വരാൻ പറ്റില്ല. ഹീറോയാണ് ഫുഡെല്ലാം അയക്കുന്നത് കുട്ടികൾക്ക്. ഇപ്പം കുട്ടികൾ പറഞ്ഞാൽ ഭയങ്കര ഫേമസായി. ഹീറോയിൻ്റെ ഗേൾ ബേബി നല്ല ബിസിനസ് വുമനായി ബിസിനസ് പഠിക്കാമെന്ന് ഹീറോയി പറയാൻ തുടങ്ങി. ബിസിനസ് പഠിക്കാം. അങ്ങനെയായിട്ട് നന്നായിട്ട് ഡേയ്സ് പോകാൻ തുടങ്ങി. അങ്ങനെ കുറേ വർഷം കഴിഞ്ഞ് ഹീറോയിൻ്റെ മകൾ ഒരു ബിസിനസ് വുമനായിട്ട് മാറി. അങ്ങനെ ബേബീസ് എല്ലാം ഒരു ബിസിനസ് ആ കേപ്പോ ബാർഡെല്ലാം മാറി. അങ്ങനെ ഫേമസ് ആയി. ഹീറോയിൻ ഇവർക്ക് കല്യാണം കഴിക്കാം, ഇപ്പോൾ കോൺട്രാക്ട് കഴിഞ്ഞു, കല്യാണം കഴിപ്പിക്കാം എന്ന് പറഞ്ഞ് ഇന്ത്യക്ക് എടുത്തോണ്ട് പോയി. 7 ബേബീസ്ക്ക് ഹീറോയിൻ്റെ റോസിനോട് പറഞ്ഞു, റോസി എൻ്റെ ഒരു മോള് എൻ്റെ വലിയ മോനിക്ക് കല്യാണം കഴിപ്പിക്കാം. റോസി ഭയങ്കര ഹാപ്പി. പിന്നെ ഒരു ഫ്രണ്ടിൻ്റെ മോളെ ഇവർക്ക് കല്യാണം കഴിപ്പിച്ചു. ബാക്കി മെമ്പേഴ്സ്ക്ക് പെണ്ണ് നോക്കി നല്ലവരൊന്നെടുത്ത് പെണ്ണ് നല്ല നോക്കി. പിന്നെ ഒന്ന് ഞങ്ങളെ ആഴ്ചത്തെ മോനിക്ക് എല്ലാവർക്കും ആയി. പിന്നെ എൻ്റെ 7ാമത്തെ എനിക്ക് ഇവിടുന്ന് പെണ്ണ് നോക്കാമെന്ന് പറഞ്ഞു നടന്നു. അപ്പോഴൊക്കെ ഒരു കുട്ടി നല്ല ക്യൂട്ടായിട്ടുണ്ടായിരുന്നു. പേര് പ്രിയ എന്ന് പറയാ. പ്രിയ കൊച്ചി എന്ത് പറ്റി? ഒന്നുമില്ല അങ്കിൾ, ഒന്നുമില്ല എന്ന് പറഞ്ഞ പ്രിയ സാഡായി പറഞ്ഞു. പ്രിയ എന്ന് പറഞ്ഞു, ഹായ് മാം, അങ്ങനെയായിട്ട് നീ എൻ്റെ മോനെ മാരേജ് കഴിക്കാൻ പറ്റുമോ? അവർക്ക് ഷോക്കായി. ആ പ്രിയക്ക് കൂടെ ഹീറോയിൻ്റെ മോനിൽ കൂടെ മാരേജായി. ഹീറോയിൻ്റെ മകൾക്കും അവളുടെ ബിസിനസ് മാനിൽ കൂടെ മാരേജായി. ഭയങ്കര ഡേയ്സ് പോകുന്നത് ഭയങ്കര ഹാപ്പി ആയിട്ട് സന്തോഷത്തിലുണ്ടായിരുന്നു. അങ്ങനെ ഹാപ്പി ഫാമിലി സ്റ്റോറി.